എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടില്ലേ? ഈ ഫോട്ടോയിൽ ലാലേട്ടൻ വളരെ സ്നേഹത്തോടെ പിടിക്കുന്ന കൈ സാക്ഷാൽ ഹിമോൽ ഭദ്രാനന്ദയുടേതാണ്. ഈ ഹിമോൽ ഭദ്രാനന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർക്ക് ചിലപ്പോൾ പരിചിതമായിരിക്കില്ല. പക്ഷേ തോക്കുസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർക്ക് പരിചിതമായിരിക്കും. ആ ഒരു പേര് ഭയങ്കര പോപ്പുലറാണ്. അതെന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ഇപ്പോൾ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, കേരളത്തിലെ അധ്യക്ഷനാണ്. അതിപ്പോൾ ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ പുതുതായിട്ട് ആരംഭിച്ചൊരു സംഘടനയാണ്. കുറച്ച് വർഷമായി, പക്ഷേ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഇദ്ദേഹം ഒരു കോൺട്രവേഴ്സ്യൽ ഒരു ഫിഗറാണ്. ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ട്, ആൾക്കാർക്ക് നെഗറ്റീവും പോസിറ്റീവും രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ. അദ്ദേഹം ഈ തോക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കേരളത്തിൽ വളരെ ചർച്ചയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് തോക്കുസ്വാമി എന്നുള്ളൊരു പേരൊക്കെ വരുന്നത്. നമ്മൾ ചരിത്രം അധികം ചെക്ക് ചെയ്യേണ്ട. ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഇത് ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഓരോ ഫീൽഡിലും അതത് സംസ്ഥാനത്ത് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദന, അതായത് ഇപ്പോൾ പെർട്ടിക്കുലർ ഒരു ഫീൽഡിൽ, ഒരു ഇൻഡസ്ട്രിയിൽ ഹിന്ദുക്കൾ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റെടുത്ത് അതൊക്കെ ഒരു സൊല്യൂഷൻ കാണുക, അതിനില്ലായ്മ ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഹിന്ദു മഹാസഭ ചെയ്യുന്നത്. ഞാനൊരു പ്രൈം എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് കേരള പോലീസിലെ ഒരു ഹിന്ദു നാമധാരി ഒരു പോലീസിനെ ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മതേതര പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയാണ് കേരളത്തിൽ. അപ്പോൾ മതം നോക്കിയിട്ട് അദ്ദേഹത്തിനെ ഭയങ്കര ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അദ്ദേഹം അന്വേഷിക്കുന്ന കേസുകൾ എന്താ പറയണ്ടേ, ഈ മതം കലർത്തിയിട്ട് അദ്ദേഹത്തിനെ സൈഡ് ലൈൻ ചെയ്യാനും കേരള പോലീസിനൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു ഈ മുസ്ലിം ലീഗ് ഞാൻ പറഞ്ഞ മാതിരി വലിയ മതേതര പാർട്ടി എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡാണ്. അത് ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെഹൽഗാമിൽ എന്താ സംഭവിച്ചത്? പെഹൽഗാമിൽ അവിടെ മുണ്ട് പൊക്കി നോക്കി മതം ഉറപ്പുവരുത്തി, അതായത് മുസ്ലിം അല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു, കലിമ ചൊല്ലിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതേ ഒരു ശൈലിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗും ഈ മുസ്ലിം ഔട്ട്ഫിറ്റുകളും സ്വീകരിക്കുന്നത്. അതായത് ഹിന്ദു നാമത്തിലുള്ള ആരെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്താ പറയുക, ഇത് ഉന്നയിച്ചിട്ട് ഈ മതത്തിൻ്റെ ഒരു മേലാഗി അണിയിച്ചിട്ട് അത് അവരെ സൈഡ് ലൈൻ ചെയ്യുന്ന ഇതാണ് പോലീസുകാരന് ഉണ്ടായത്. അപ്പോൾ ഈ പോലീസുകാരന് സപ്പോർട്ടായിട്ട് ആദ്യം വന്നത് ഒരാളും വന്നില്ല. കേരളത്തിലെ ഭയങ്കര പ്രബുദ്ധർ എന്ന് പറയുന്ന കേരള ജനത ആ പോലീസുകാരനെ സപ്പോർട്ടായിട്ട് ആരും വന്നില്ല. അദ്ദേഹത്തിന് ആരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം അദ്ദേഹം ഒരു ഹിന്ദു നാമധാരിയാണ്. അപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവിന് ഒന്നും ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥയാണ്. ഒരു എടുക്കാച്ചരക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേരളത്തിൽ ഒരു എടുക്കാച്ചരക്കാണെന്ന് പറയാം. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സംഘടനകൾക്കും ഹിന്ദുക്കളുടെ അവരുടെ സങ്കടം കേൾക്കാനോ അവരെ സഹായിക്കാനോ ആർക്കും താല്പര്യമില്ല. നേരെ മറിച്ച് ഒരു മുസ്ലിമിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ സഹായിക്കാനും ഇതിലൊക്കെ ആയിട്ട് 100 കൂട്ടം ആൾക്കാർ ഓടിയെത്തും, രാഷ്ട്രീയ പാർട്ടികൾ ഓടിയെത്തും. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മെഴുകുതിരി കത്തിക്കൽ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ വരിക, മനുഷ്യാവകാശ പ്രവർത്തകർ വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ കേരളത്തിൽ ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇപ്പോൾ പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വോക്കലായ ഒരാളെ തന്നെയാണ് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വെച്ചിരിക്കുന്നത്. കുറച്ച് വോക്കലായിരിക്കണം. ചുമ്മാ മിണ്ടാതിരിക്കുന്ന ആളായിരിക്കരുത്. എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന്, അതായത് ഹിന്ദു അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയാൻ തക്ക ഒരു കാപ്പബിലിറ്റിയുള്ള ഒരാളെ തന്നെ അതിൻ്റെ ചീഫ് ആക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഹിമോൽ ഭദ്രാനന്ദ എന്ന് പറയുന്ന ആളെ ഇതിൻ്റെ അധ്യക്ഷനാക്കിയിരിക്കുന്നത്. ഇത് ആദ്യം ചെയ്ത കാര്യം ഞാൻ ഈ പറഞ്ഞ ഒരു പോലീസുകാരനെ മുസ്ലിം ലീഗ് സൈഡ് ലൈൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രശ്നമില്ല, എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തോളാം എന്നുള്ള ഒരു ഉറപ്പ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സഹായത്തിന് ഞങ്ങളുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈ ഉറപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഘടനയാണ്. ഇതും ഇപ്പം ഉത്തർപ്രദേശിലൊക്കെ അവിടേക്ക് നല്ല സ്വാധീനമുള്ള ഇതാണ്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പം BJP ഭരിക്കുന്നതാണെങ്കിലും എല്ലാ സമസ്ത മേഖലയിലും ഒരു സ്വാധീനമുണ്ട്. ആ BJP പോലും പല കാര്യങ്ങളും ധരിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തക്ക ക്യാപ്പബിലിറ്റിയും കപ്പാസിറ്റിയുള്ള ഒരു സംഘടന തന്നെയാണ് ഹിന്ദു മഹാസഭ. അതിനൊരു സബ്സിഡറി എന്ന് വേണം, ഈ സംഘപരിവാറുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും അതിൻ്റെ ഒരു സബ്സിഡറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്നത് ശരിക്കും മോഹൻലാലും നമ്മുടെ ഹിമോൽ ഭദ്രാനന്ദയും മേജർ രവിയും ഇത് ശരിക്കും ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് മേജർ രവിയുടെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്തിനാണ് മോഹൻലാൽ മേജർ രവി അത് മുൻകൈ എടുത്തിട്ട് ലാലേട്ടൻ ഇങ്ങനെ കണ്ടത്? അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ലാലേട്ടൻ ശരിക്കും അസ്വസ്ഥനാണ്. ഈ അടുത്ത കാലത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടൻ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിവാദങ്ങളിൽ അകപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹം ചില കോൺട്രാക്ട്സിൻ്റെ ഭാഗമായിട്ട് ചില ഇതിനൊക്കെ ഫോഴ്സ്ഫുള്ളി നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ ഇപ്പോൾ വിദേശത്ത് പോയിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ ലാലേട്ടനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എമ്പുരാന് ശേഷം മോഹൻലാൽ ഒരുപാട് ഈ വിമർശനങ്ങൾ സമൂഹ മധ്യത്തിൽ, പ്രത്യേകിച്ച് ലാലേട്ടൻ അത് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഈ ഹൈന്ദവ സംഘടനയുമായി ചേർന്ന് അവരെതിർക്കുന്നതിൽ ലാലേട്ടന് നല്ല വിഷമമുണ്ട്. അതിൽ നിന്ന് പുറത്ത് ചാടണം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിനെതിരെ അതിരൂക്ഷമായ, അതായത് മോഹൻലാൽ ഒരു സുഡാപ്പിയാടുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള വിമർശനം
ഉയരുന്നുണ്ട്. അപ്പോൾ അതിൽ ലാലേട്ടന് ഭയങ്കര അത് ഭയങ്കര സങ്കടമുണ്ട്. അത് ശരിക്കും മേജർ രവിയെ ധരിപ്പിക്കുകയും അതിൽ നിന്ന് സൊല്യൂഷൻ, അതായത് ഈ അടുത്ത കാലത്ത് RSSൻ്റെ വാരികയിലേക്ക് ഓർഗനൈസറിലൊക്കെ ഇത് ഒരു ലേഖനം വന്നില്ലേ, മോഹൻലാൽ എന്താ പറയുക ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പരിപാടിയിൽ അവിടെ പങ്കെടുക്കുന്നു, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടക്ട് ചെയ്യുമ്പോൾ മോഹൻലാൽ പാകിസ്ഥാൻ അനുകൂലികളായി ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പോയിട്ട് അവരുടെ ആതിഥ്യം സ്വീകരിക്കുന്നു, പിന്നെ തീവ്രവാദികളെ വെള്ളപൂശുന്ന സിനിമയിൽ അഭിനയിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അതൊക്കെ ലാലേട്ടൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മേജർ രവിയുടെ അടുത്ത് സംസാരിക്കുകയും, മേജർ രവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഒരു BJP നേതാവ് കൂടിയാണ്. എൻ്റെ ഇത് ശരിയാണെങ്കിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റോ അങ്ങനെ എന്തോ ആണ് കേരളത്തിലെ. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോൺട്രവേഴ്സി, ഇനി ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടാകാൻ പാടില്ല. അതായത് മോഹൻലാൽ ഒരു കേണൽ, ഒരു നടൻ മാത്രമല്ല, ഒരു സൈന്യത്തിൻ്റെ ഒരു പദവി വഹിക്കുന്ന ഒരു സൈനികൻ കൂടിയാണ്. അപ്പോൾ ഇതിലൊക്കെ ലാലേട്ടൻ നല്ല വിഷമമുണ്ട്. അത് ഫോഴ്സ്ഫുള്ളി തന്നെ ആരും ഡ്രാഗ് ചെയ്യുന്ന രീതിയിലാണ് ഈ മേജർ രവിയുടെ അടുത്ത് ലാലേട്ടൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വ്യക്തിപരമായിട്ട് ഞാൻ എന്താ പറയുക, എനിക്ക് അറിയാൻ പറ്റിയത്, ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള, അതായത് മേജർ രവിയുമായി ബന്ധപ്പെട്ട ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ ഇതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി നാഷണലായിട്ട് ചിത്രീകരിക്കുന്ന ലാലേട്ടനെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി അത് ഉണ്ടാകരുത്, അത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മോഹൻലാൽ മേജർ രവിയായിട്ട് കണക്ട് ചെയ്യുകയും, അപ്പോൾ എന്താ പറയേണ്ടത്, ഇനി അത്തരത്തിലുള്ള ഇത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, അതായത് സാധാ ഈ സംഘപരിവാർ ആ ഒരു ക്യാമ്പിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു തരത്തിലുള്ള ഒരു ഇത്, അതായത് ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടൻ മനഃപൂർവ്വം, ഇതല്ല, ചില കോൺട്രാക്ട്സിൻ്റെ ഭാഗമായിട്ട്, ചിലപ്പോൾ ഒരു പടം സൈൻ ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള കോൺട്രാക്ട്സിൻ്റെ ഭാഗമായിട്ടാകും ചിലപ്പോൾ വിദേശ ടൂറുകൾ പോകുന്നു, ചില സംഘടനകൾ ഇതനുസരിച്ചൊക്കെ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇത്തരത്തിലൊരു കോൺട്രവേഴ്സി ഇനി ഉണ്ടാവരുത്. അതായത് ഞാനൊരു ആൻറ്റി നാഷണൽ അല്ല, ഒരു ട്രൂ നാഷണൽ ലവറാണെന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടൻ ഈ മേജർ രവിയുടെ മുന്നിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടി തന്നെയാണ് അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ, അതായത് ഈ റൈറ്റ് വിങ് സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന ക്യാമ്പയിൻ, അത് മുളയിൽ അത് കളയണം, അങ്ങനത്തെ ഒരു ക്യാമ്പയിനിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഹിമോൽ ബദ്രാനന്ദയായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഇവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എന്താ പറയുക, നല്ല വേരുകളുള്ളതാണ്. ഈ പരിവാർ സംഘടന അത്യാവശ്യം നന്നായിട്ട് സ്വാധീനം ഉള്ള ഒരു സംഘടനയാണ് ഹിന്ദു മഹാസഭ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഇത്തരത്തിലൊരു ചർച്ച അരങ്ങേറി എന്നാണ് എനിക്ക് ലഭിച്ച വിവരം. അപ്പോൾ ലാലേട്ടൻ എന്തായാലും അസ്വസ്ഥനാണ്. അതായത് തന്നെ ഒരു ആൻറ്റി നാഷണലായിട്ട് ചിത്രീകരിക്കുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് രാജ്യത്ത് അങ്ങേയറ്റം സ്നേഹം എന്താ പറയുക പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ സൈനിക യൂണിഫോമിലൂടെ ഞാനിപ്പോൾ ഒരു യുദ്ധം വന്നാൽ പോലും യുദ്ധം മുഖത്ത് തന്നെ പ്രവർത്തിക്കാൻ താല്പര്യം, എന്താ പറയുക, സന്തോഷത്തോടെ എന്താ പറയുക പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഒരാൾ തന്നെയാണെന്ന് ലാലേട്ടൻ എന്ന് പറഞ്ഞുള്ള ഒരു വിവരം വളരെ അടുത്ത ഒരു സുഹൃത്ത് വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു മീറ്റിംഗ് ലാലേട്ടൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വരായികൾ, ഇത് ഇന്റേണലി നടക്കുന്ന കാര്യങ്ങളായിരിക്കും. ഈ ഹിമോൽ ബദ്രാനന്ദ എന്ന് പറഞ്ഞ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ ചിലപ്പോൾ അതിൻ്റെ ഇൻറ്റേർണലായിട്ടായിരിക്കും കാര്യങ്ങൾ നീക്കുന്നത്. അത് നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ചിലപ്പോൾ എന്താ പറയുക, ഇൻ കേസ് എനിക്ക് കിട്ടിയാൽ പോലും ഞാൻ നിങ്ങളെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.